ഗാസയിൽ പുതിയ വെടിനിർത്തൽ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കെ ഹമാസിനെതിരെ പുതിയ നീക്കവുമായി ഇസ്രായേൽ. ഹമാസിനെ ഇന്ത്യ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമാണ് ഇസ്രായേൽ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം കശ്മീർ ഐക്യദാർഢ്യ ദിനത്തിൽ നിരവധി ഹമാസ് നേതാക്കൾ പാക് അധീന കാശ്മീരിൽ എത്തിയെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇത് മുൻനിർത്തിയാണ് ഹമാസിനെ ഭീകര സംഘടനയായി ഇന്ത്യ പ്രഖ്യാപിക്കണമെന്നും നിരോധിക്കണമെന്നുമുള്ള സമ്മർദ്ദം ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയമാണ് ഹമാസിനെതിരെയുള്ള നടപടി ഇന്ത്യ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ശക്തികളായ ലഷ്കർ ഇ തോയ്ബയെ ഇസ്രായേൽ നിരോധിച്ചിട്ടും ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തിയ ഹമാസിനെ ഇന്ത്യ നിരോധിക്കാത്തത് അനുചിതമാണെന്ന അഭിപ്രായമാണ് ഇസ്രായേൽ മുമ്പോട്ട് വയ്ക്കുന്നത്. യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഹമാസിനെ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ അങ്ങനെ ചെയ്തിട്ടില്ല. ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇസ്രായേലിനെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെങ്കിലും ഹമാസിനെ നിരോധിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ഭീകരാക്രമണത്തെ ശക്തമായി ഇന്ത്യ അപലപിച്ചപ്പോൾ പോലും ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ വീണ്ടും സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഹമാസ് നേതാക്കളെ പാക് അധീന കാശ്മീരിൽ കണ്ടെത്തിയത് ഗൗരവമായി കാണണമെന്നാണ് ഇന്ത്യക്ക് ഇസ്രായേൽ നൽകുന്ന മുന്നറിയിപ്പ്. ഐക്യരാഷ്ട്രസഭ നിരോധിത ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടുള്ള ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നിവയിലെ അംഗങ്ങൾ പാക് അധീന കാശ്മീരിൽ ഒത്തുചേർന്നത് ഇതാദ്യമായിരിക്കാമെന്നും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാകിസ്ഥാനിൽ കശ്മീർ വിഘടനവാദികളുടെ യോഗത്തിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്ത സാഹചര്യത്തിൽ ഇന്ത്യ ഹമാസിനെ നിരോധിക്കാൻ ഇനിയും വൈകരുത് എന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. അതേസമയം ഹമാസ് ഭീകരതയെ സ്വയം പ്രതിരോധിക്കുവാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുണ്ട്. പാലസ്തീൻ ഇസ്രായേൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള പിന്തുണയും UN-ലെ വിവിധ ചർച്ചകളിലും വോട്ടെടുപ്പിലും ഇന്ത്യ അനുവർത്തിച്ചു വരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.